നമസ്തേ, എൻ്റെ പേര് റിഹ ഫാത്തിമ. ഞാനിപ്പോൾ കഥ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ബുദ്ധിമാനായ മുയൽക്കുട്ടൻ്റെ കഥ. പണ്ടേ ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. അത് രാജാവായതുകൊണ്ട് മുമ്പിൽ കണ്ട മൃഗങ്ങളെയെല്ലാം ഓടിച്ച് പിടിച്ച് തനിക്കിരിയാക്കുമായിരുന്നു. അതുകൊണ്ട് സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണോ എന്ന് വിചാരിച്ച് കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരു മീറ്റിംഗ് ഉണ്ടാക്കി. ആ മീറ്റിംഗിലുണ്ടായ സൂത്രക്കാരനായ ചെന്നായ പറഞ്ഞ കാര്യം എല്ലാവരും സ്വീകരിച്ചു. ഒരുമിച്ച് വയൽ കിടന്ന് മേടിക്കുന്നതിനേയും കാട്ടിയും നല്ലത് ഓരോരുത്തരമായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അതിനിരയായേക്കാം. അങ്ങനെ മൃഗങ്ങളുടെ തീരുമാനം ചെന്നായ സിംഹത്തെ അറിയിച്ചു. ശരി, ഞാൻ നിങ്ങളുടെ രാജാവല്ലേ, അതുകൊണ്ട് ഞാൻ നീ പറയുന്ന സ്വീകരിക്കുന്നു. അങ്ങനെ അന്നു മുതൽ ഓരോരുത്തരായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു. സിംഹം തന്റെ ഇടിയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. തനിക്ക് അലഞ്ഞും തിരിഞ്ഞും ഇടിയെ സ്വീകരിക്കേണ്ടതില്ലല്ലോ. എപ്പോഴാണ് ബുദ്ധിമാനായ മുയൽക്കുട്ടന്റെ ഊഴം വന്നത്. മുയൽക്കുട്ടൻ അല്പം വൈകിയാണ് ഗുഹയിലേക്ക് പോയത്. അതുകൊണ്ട് സിംഹം വിശപ്പ് കാരണം വല്ലാതെ കോപിച്ചു. മുയൽക്കുട്ടൻ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജാവേ, ഞാൻ വൈകി വന്നതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരു ഗുഹയിലേക്ക് വരുമ്പോൾ ഒരു സിംഹത്തെ കണ്ടു. ആ സിംഹം പറഞ്ഞു, ഞാനാണ് രാജാവ്. ആ സിംഹത്തെ കണ്ട് പേടിച്ചൊളിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. അപ്പോൾ സിംഹത്തിന് കോപം വിടർത്തി. സിംഹം പറഞ്ഞു, ആദ്യം അവനെ കൊല്ലാം, എന്നിട്ട് നിന്നെ തിന്നാം. അങ്ങനെ സിംഹം മുയലിന്റെ കൂടെ പുറപ്പെട്ടു. മുയൽ സിംഹത്തെ ഒരു കാട്ടിന് നടുവിനുള്ള ഒരു പഴയ കിണറിനടുത്ത് കൊണ്ടുപോയി. മഹാരാജാവ് അതിനുള്ളിലാണ് ആ സിംഹം ഉള്ളത്. ദേഷ്യത്തിലായ സിംഹം അതിനുള്ളിലേക്ക് എത്തി നോക്കി. അപ്പോൾ തന്റെ വെള്ളത്തിൽ കണ്ട സിംഹം ഒന്നും ആലോചിക്കാതെ കിണറ്റിലേക്ക് എടുത്തു ചാടി. കിണറ്റിൽ ഒരു സിംഹവും ഉണ്ടായിട്ടില്ല. അത് കിണറ്റിൽ മുങ്ങി മരിച്ചു. ബുദ്ധിമാനായ മുയൽക്കുട്ടൻ സ്വയം രക്ഷപ്പെടുക മാത്രമല്ല, കാട്ടിലെ മൃഗങ്ങളെല്ലാം രക്ഷപ്പെടുത്തി. കൂട്ടുകാരെ, ഈ കൊച്ചു കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ശക്തി മാത്രം പോരാ, ബുദ്ധിയും